ആദർശിൻ്റെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ആദർശാണെങ്കിൽ അനന്തപുരിയിൽ നിന്ന് വീട് വിട്ടൊക്കെ ഇറങ്ങുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ ആദർശ് പോകുന്ന ടൈമിലാണെങ്കിൽ ദേവയാനിയും നയനയും ആദർശിൻ്റെ കൂടെ പുറത്തോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഇതൊന്നിൻ്റെയും അവസാനമല്ല, ഇതെല്ലാത്തിൻ്റെയും തുടക്കമാണെന്ന് കരുതിയാൽ മതി. എന്തായാലും ഞാൻ ഇനി ഇങ്ങോട്ട് വരുന്നത് തല ഉയർത്തി പിടിച്ചിട്ടായിരിക്കും ഞാനിവിടെ വരുന്നത്. അങ്ങനെ കുറച്ച് തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടാണ് ഞാൻ ഇവിടുന്ന് പോകുന്നതെന്നൊക്കെ ആദർശ് പറഞ്ഞിട്ട് ആദർശ് അങ്ങ് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ നയനയാണെങ്കിൽ ആഹ വിഷമത്തോടെ ഇരുന്നിട്ട് അകത്തോടൊക്കെ ചെന്നിട്ട് മുത്തശ്ശിയുടെ തോളിൽ കിടന്ന് കരയൊക്കെ ചെയ്യുന്നുണ്ട്. ദേവേനാണെങ്കിൽ മുത്തശ്ശിയുടെ അടുത്ത് പറയുന്നുണ്ട്, എന്തായാലും ഈ സമയത്ത് മോക്കാണെങ്കിൽ ഒരു ടെൻഷനോ സങ്കടമോ ഒന്നും പാടില്ലാത്തതായിരുന്നു. അപ്പം അതൊക്കെ അച്ഛൻ ഓർത്തിട്ടാണെങ്കിൽ ആദർശ മോനെ ഇവിടുന്ന് പോകരുതെന്ന് പറയണമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ദേവേനാണെങ്കിലും മുത്തശ്ശിനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കേട്ടിട്ട് നമ്മളെ മുത്തശ്ശിയാണെങ്കിലും മുത്തശ്ശിൻ്റെ അടുത്ത് ചെന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, മോളെ വലിയൊരു കുഞ്ഞുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മറന്നുപോയി, അമ്മ കരഞ്ഞാൽ കുഞ്ഞും കരയെന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ മറന്നുപോയെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് അവൾ, ആ ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോകുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണെങ്കിലും അതൊന്നും ഓർത്തില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെ മുത്തശ്ശിയാണെങ്കിലും മുത്തശ്ശിനെ കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മളെ നയനയാണെങ്കിലും വയറുവേദന കൊണ്ട് വയറിലിങ്ങനെ കുത്തി പിടിച്ച് വെച്ച് കരയൊക്കെ ചെയ്തിട്ട് പിന്നെ അവിടെ തറയിലൊക്കെ വീണൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ പ്രൊമോ റിവ്യൂ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.